പ്രിയ സുഹൃത്തുക്കളെ, അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ ഇന്ന് കണ്ട് പ്രതീക്ഷിക്കാൻ സാധിക്കാത്തത് കണ്ടപ്പോഴുള്ള വിഷമത്തിൽ നിന്നാണ് ഞാനിപ്പോൾ എൻ്റെ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്നെ ഗ്രൂപ്പിൽ ഒരു കുട്ടിയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെ ഇപ്പോൾ ഒരു പേരൻ്റ് ഒരു ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ പഠിപ്പിക്കാൻ പറ്റിയ അധ്യാപകനല്ല. പക്ഷെ ഞാൻ പറയും, അതായത് ജയിപ്പിക്കാൻ പഠിപ്പിക്കുമല്ല അധ്യാപകൻ്റെ ദൗത്യം. അവരങ്ങ് ജയിച്ചോളുന്നേ, ഓട്ടോമാറ്റിക്കലി ദേ വിൽ കം ടു ദ സ്കോർ ഓഫ് വിക്ടറി അപ് ടു ദ പേഴ്സൻറ്റേജ് ദ ഗവൺമെൻറ് ഈസ് എക്സ്പെക്റ്റിംഗ് വന്നോളും. പക്ഷേ തോക്കാനും പിള്ളേരെ പഠിപ്പിക്കുന്നിടത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. അതൊന്ന് മറക്കാതെ എൻ്റെ അധ്യാപകരെ നിങ്ങളൊക്കെ പഠിപ്പിക്കണം. തോക്കാനൂടെ പഠിപ്പിക്കുക, അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. വ്യതിരിക്തമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, ഇച്ചിരി ലോങ് ആയാലും കുഴപ്പമില്ല. കാരണം ഞാൻ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഏറ്റവും വിദഗ്ധനായ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. ക്വിസിൽ ഞാൻ വിളിക്കുമ്പോൾ അവൻ്റെ വൈദഗ്ധ്യം ഒരിക്കലും കെമിസ്ട്രിക്ക് എത്തിയാൽ കണ്ടിട്ടില്ല. പക്ഷെ അവൻ്റെ വൈദഗ്ധ്യത്തെ ഫുട്ബോൾ എന്ന ഒരു കാര്യത്തിൽ അവനെ നമുക്ക് എടുക്കാം. അവനെ എന്തെല്ലാം എടുക്കാം? ഫുട്ബോൾ എടുക്കാം, ജിംനാസ്റ്റിക്കിലെടുക്കാം, അവനെ ജിമ്മിലെടുക്കാം. അപ്പോൾ അവനെ എന്തെല്ലാം ഡൈവേർട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾ പറയുന്ന വിദ്യാഭ്യാസം മാത്രം കൊണ്ടാണോ ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവിടുത്തെ ഏത് ഡോക്ടറാണ് ജിമ്മിലൊക്കെ പോകാത്തത്? അതും വേണ്ടേ? ഇവിടുത്തെ ഏത് ഡോക്ടർ അരിയാഹാരം കഴിക്കാത്തവിടെ? കർഷകൻ വേണ്ടേ? ഇവിടുത്തെ ഏത് ഡോക്ടറാണ് തെങ്ങിലെ ആഹാരം കഴിക്കാത്തത്? അവരും വേണ്ടേ? അപ്പോൾ അങ്ങനെ മൾട്ടി ഡയമെൻഷനലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യട്ടെന്നേ. എല്ലാവരെയും അങ്ങ് ഡോക്ടറാക്കുക, എല്ലാവരെയും എൻജിനീയറാക്കുക, അങ്ങനെ ചിന്തിക്കരുത്. പ്രസ്റ്റീജ്, എന്ത് പ്രസ്റ്റീജ്? എൻ്റെ മോൻ ഡോക്ടറാണ്, എൻ്റെ മോൻ എൻജിനീയറാണ്. ആ പ്രസ്റ്റീജിൽ നമുക്ക് പിടിച്ചു വെക്കാം. പക്ഷേ പിള്ളേരുടെ ജീവിതം പോവുകയും എനിക്ക് വല്ലാത്ത വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണത്. ഓരോ കുഞ്ഞ് ഒരു ഫുട്ബോളിൻ്റെ ഇടംകാല് കൊണ്ടോ വലംകാല് കൊണ്ടോ അവന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവനെ പരിചയപ്പെടുത്തേണ്ടത് ലയണൽ മെസ്സിയോ അല്ലെങ്കിൽ റൊണാൾഡോയോ പരിചയപ്പെടുത്തുക. ഇടം കൈക്കും വലം കൈക്കും നോട്ടമില്ലാതെ ഫുൾ ടോസ് വന്നാലോ ഓഫ് സൈഡ് വന്നാലോ ലെഗ് സൈഡ് വന്നാലോ ഇത് കറക്റ്റായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന സച്ചിനെ പരിചയപ്പെടുത്തുക. ഏറ്റവും ലോങ് ഹോളിൽ കയറി ബംഗാൾ കടുവ എന്ന് പറയപ്പെടുന്ന ദ്രാവിഡിനെ പരിചയപ്പെടുത്തുക. എന്തിന്? കേരളത്തിലേക്ക് വരിക, വിജയനെ പരിചയപ്പെടുത്തുക, വിജയനെ രാഷ്ട്രീയത്തിൽ വന്ന് പരിചയപ്പെടുത്തുക. രാഷ്ട്രീയത്തിൽ ഇവിടെയുള്ള എത്ര അധികായകന്മാർ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എത്രമാത്രം ധീരതയോടും സന്തോഷത്തോടെ വന്നേക്കുന്നത്. ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ പഠിപ്പിച്ചുകളെ മാത്രം പരിചയപ്പെടുത്തല്ലേ. ദുഃഖം കൊണ്ടാണ് പറയണേ. ഇന്ന് നേരം വെളുത്തത് മുതൽ ഞാൻ എൻ്റെ കണ്ണീര് കൊണ്ട് കരഞ്ഞത് എൻ്റെ പെങ്ങളുടെ ഒരു മകൻ്റെ നഷ്ടത്തിലാണ്. ഇത് ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല. പഠിപ്പിക്കുമ്പോഴും എടുക്കുമ്പോഴും അവനവൻ്റെ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് എന്തെന്ന് മനസ്സിലാക്കി എടുക്കാൻ പഠിപ്പിക്കുക. ഇനിയും ആരും ഫോഴ്സ് ചെയ്തവിടെ മോളിക്കുലർ കാർ എന്താണെന്ന് പറഞ്ഞു തരാമോ? എൻ്റെ സ്വരം കേൾക്കുന്നത് ഇത് പുതിയ ഇൻവെൻഷനാണ്. നിർത്തുന്ന തൽക്കാലം ഞാൻ. കാരണം ഒരു കുഞ്ഞിനെ കമ്പലി ഒന്നും പഠിപ്പിക്കരുത്. ഇഷ്ടമുള്ളത് വഴിക്ക് പോട്ടെ. തെറ്റായ വഴിക്കാ പോകുന്നുണ്ടെങ്കിൽ വരെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് പോലീസും പട്ടാളവും ലോകമൊക്കെ ഉണ്ട്, നമ്മളും ഉണ്ട്. നിർത്തുന്ന തൽക്കാലം ജോൺസൺ കരു.